Good morning, friends. It's me, Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram and Reels. Welcomes you all. ഇന്ന് വളരെ അധികം ആളുകൾ ആവശ്യപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും പരിജ്ഞാനത്തിൽ നിന്നുമാണ് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടുക. എന്തായാലും അത് പരിശോധിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ എൻറോൾ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ 150ഓളം വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഡെയിലി കയറിക്കൊണ്ടിരിക്കുകയാണ്. 150 കഴിഞ്ഞ് കാണും. ഇപ്പം ജീവിതത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് അതിലൂടെ പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അതിൻ്റെ പഠനം, ഒരു ബിസിനസ് ആരംഭിക്കുന്നത് മുതൽ ബിസിനസ് വിജയിക്കുക, നഷ്ടപ്പെടുക, അങ്ങനെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എക്സർസൈസ്, ഡയബറ്റിക് കൺട്രോൾ തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങൾ. പൊളിറ്റിക്സും സംസാരിക്കാറുണ്ട്. പൊളിറ്റിക്സ് അല്ല, ഗവൺമെൻറ്റിങ്ങിനെ സംബന്ധിച്ചും സംസാരിക്കാറുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വിഷയം ഇത് വളരെയധികം ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെല്ലാം നമുക്കറിയാം, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? അവൻ്റെ കുടുംബമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ കുടുംബത്തെ സംബന്ധിയായ വിഷയങ്ങൾ എല്ലാവരും ഗൗരവത്തോടെയാണ് കാണുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവിത വിജയം എന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ വിജയമാണ്. നിങ്ങൾ ധാരാളം സമ്പത്ത് നേടിയാലും, സമ്പത്ത് സൃഷ്ടിച്ചാലും, സമ്പത്ത് കണ്ടെത്തിയാലും അത് സന്തോഷപ്രദമാകണമെന്നില്ല. മറിച്ച് സന്തോഷമുള്ള കുടുംബത്തിൽ വലിയ സമ്പത്തൊന്നുമില്ല, കാര്യങ്ങൾ അറിഞ്ഞു പോകുന്നുള്ളെങ്കിൽ പോലും അവർ ഏറ്റവും സമ്പന്നരായിരിക്കും, സന്തുഷ്ടരായിരിക്കും. നമുക്കറിയാം, വലിയ വലിയ സിനിമാ താരങ്ങൾ സൗന്ദര്യം കൊണ്ടും ആകാരചേഷ്ടത കൊണ്ടും സ്വതസിദ്ധമായ അഭിനയശേഷി കൊണ്ടൊക്കെ അവർ വളരെയധികം കോടികൾ സമ്പാദിക്കുന്നു. എല്ലാവരും സന്തോഷത്തിലാണോ ജീവിക്കുന്നത്? പലപ്പോഴും നമുക്കറിയാം, ഡൈവോഴ്സ് വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പലതരത്തിലുള്ള ഉഴപ്പുകൾ വരുന്നു, സ്വർഗം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നു, എല്ലാം കേൾക്കുന്നില്ലേ? പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരാൾ, ഒരു കൃഷിക്കാരൻ, അവൻ്റെ കൊച്ചുങ്ങളും കുടുംബമൊക്കെ ജീവിച്ച് അവൻ പഠിച്ച് വളർന്ന് അവൻ്റെ കുട്ടികളൊക്കെ ഒരുമാതിരി നല്ല നിലയിലെത്തി അവരും ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ അത് സന്തോഷമല്ലേ? ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ അവൻ്റെ ജയിലിൽ ഏത് പണിക്കും ഒരു അന്തസ്സുണ്ട്. വിദേശത്തൊക്കെ ചെല്ലണം, അത് മനസ്സിലാണെങ്കിൽ. ഏത് ജോലിയല്ല പ്രശ്നം. അവൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവൻ ഈക്വൽ ടു ദി സൊസൈറ്റി. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാ ജോലി ചെയ്യാൻ ഒരു മടിയില്ലാത്തത്. ഓക്കെ, അത് അപ്പോൾ കൂടുമ്പോൾ ഇമ്പോഴാണ് കുടുംബം നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒരു കുടുംബത്തിൻ്റെ ഉടമയാരാ? ഇപ്പോഴത്തെ വേർഷനിൽ പറയും സംയുക്തമാണ്, ഹസ്ബൻഡും വൈഫും എല്ലാം ചേരുന്നതാണ് കുടുംബം. സത്യ. പക്ഷേ ഒരു സാങ്കല്പികമായ ചോദ്യമാണ്, കുടുംബത്തിൻ്റെ ഉടമയാരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആത്യന്തികമായി കുടുംബത്തിൻ്റെ ഉടമ ആ കുടുംബത്തിൻ്റെ നാഥൻ തന്നെയാണ്. കാരണം നാഥ അവളുടെ എല്ലാം വിട്ടുപേക്ഷിച്ച് അവൾക്ക് കിട്ടാവുന്നതൊക്കെ കെട്ടിപ്പെറുക്കി അവളൊരുവൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കുടുംബം ആരംഭിക്കുക. അപ്പം കുടുംബത്തിൻ്റെ ഉടമ കുടുംബനാഥൻ തന്നെയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, റോഡിൽ വാഹനാപകടമൊക്കെ ഉണ്ടാകുമല്ലേ? വാഹനാപകടം ഉണ്ടാകുമ്പം ആ നഷ്ടം ഡ്രൈവർക്കാണോ അതോ ആ വണ്ടിയുടെ ഉടമയ്ക്കാണ്? ഉടമയ്ക്ക് തന്നെ. ഉടമയ്ക്കാണ് അതിൻ്റെ വാഹനത്തിൻ്റെ കേടുപാട് നീക്കിയാലും അതിൻ്റെ ബിലോങ്ങിങ്സ് ഉണ്ടാവും, അല്ലേ? എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം പ്രധാനമായും ബാധിക്കുന്നത് ഗൃഹനാഥനെയാണ്. അപ്പം കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഗൃഹനാഥനാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. കാരണം അവൻ്റേതാണല്ലോ കുടുംബം. ഒരു വാശിക്കാരനായ ഗൃഹനാഥൻ ചെറിയൊരു വിഷയം പറഞ്ഞ് വഴക്കുണ്ടാകുന്നു, കുടുംബത്തിൽ നിന്ന് ഡൈവോഴ്സ് ഉണ്ടാകുന്നു. ആക്ച്വലി അത് അവൻ നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? അവൻ്റെ ആ ഒരു വിവരക്കേട് കൊണ്ട് നഷ്ടപ്പെടുന്ന അവൻ്റെ കുടുംബജീവിതമാണ്, അല്ലേ? മറിച്ച് അവൻ അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിലോ, ഒന്ന് ചാഞ്ഞും ചെരിഞ്ഞും നിന്നെങ്കിലോ അത് അതിന് ചെറിയ എക്സാമ്പിളോടുകൂടി നമ്മളിപ്പോൾ അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില കുടുംബത്തിൽ പുരുഷനായാലും സ്ത്രീയാണെങ്കിലും അവരൊത്തിരി ഇങ്ങനെ ആകാംക്ഷയുള്ളവരാണ്. അതുകൊണ്ട് എന്ത് കണ്ടാലും എന്തെങ്കിലുമൊക്കെ പറയും, പ്രശ്നം ഉണ്ടാക്കും.
അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പം അതൊരു വഴക്കിലേക്ക് വേണേൽ മാറാം. ബുദ്ധിചാതുര്യമുള്ള ഒരാളാണെങ്കിൽ അത് വഴക്കില്ലാതെ മാറ്റാം. അത് കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, ഒരു സ്ത്രീയാണ് ചോദിച്ചത്, ഒരു യുവതിയെ, എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും പറയാൻ അവസാനം വഴക്കിലേ അവസാനിക്കും, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത ഉപദേശം, വഴക്കിടാൻ വരുമ്പം അവസരം ഉണ്ടാകുമ്പം നിങ്ങൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയം പറഞ്ഞാൽ അങ്ങ് ഒഴിഞ്ഞു മാറുക. ചിലപ്പോൾ അയാൾക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെ മകനെ ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ അയാളുടെ കാറിനെ പറ്റിയായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഓഫീസിലെ ജോലിയെ പറ്റിയായിരിക്കാം. അത് നിങ്ങൾക്കറിയാമല്ലോ, കാലങ്ങളായി നിങ്ങൾക്കറിയാം. അപ്പോൾ അതിലേക്ക് പയ്യെ വെട്ടിത്തിരിഞ്ഞങ്ങ് പോവുക. അപ്പോൾ അയാൾക്ക് വഴക്കിടാൻ നേരം പിന്നെ അയാൾ വാചാലനാവും. ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ ഓഫീസ് പ്രവർത്തിക്കത്തില്ല, ഞാൻ ചെന്നില്ല ഓഫീസിൽ സന്തോഷമില്ല. ഈ മണ്ടൻ അറിഞ്ഞുകൂടാ, ഈ മണ്ടൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും സൂര്യൻ ഉദിക്കത്തില്ലേ? സൂര്യൻ ഉദിക്കും, ഇതെല്ലാം ഇങ്ങനെ മുമ്പോട്ട് പോകും. ഇവിടെ എന്തുമാത്രം പ്രധാനപ്പെട്ട ആളുകൾ മരിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ നമ്മളോർത്ത് ഇന്ത്യ തകർന്നു. ഓരോ എടുത്തു നോക്കി, ഓരോ വിഷയം, ഓരോ എത്രയോ മിടുക്കന്മാരായ ഗൃഹനാഥന്മാർ മരിക്കുന്നുണ്ട്, ഗൃഹനാഥകൾ മരിക്കുന്നുണ്ട്, ഏണിംഗ് മെമ്പേഴ്സ് മരിക്കും. പക്ഷെ അതെല്ലാം ദൈവം അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതങ്ങ് മുമ്പോട്ട് പോകും. നിങ്ങൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും സൂര്യൻ ഉദിക്കും. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ, ഞങ്ങൾ രണ്ടുപേരും പൊട്ടി ചിരിച്ചൊരു കാര്യമാണ്. എന്തോ ഒരു വിഷയം, ഒരു മീറ്റിങ്ങാണ്. ആ മീറ്റിങ്ങിൽ വൈദികൻ പങ്കെടുത്തേ പറ്റൂ. അതേസമയം അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ ഒരു മാരേജ് നടക്കുക, അച്ഛൻ പോവുകയും വേണം. അപ്പം അച്ഛൻ പറയാണ്, ഞാൻ മുങ്ങും സൈമൻ ഞാൻ പറയും ഒരു പ്രീസ്റ്റത എന്ത് ചെയ്യാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഞങ്ങൾ പൊട്ടിച്ചിരിച്ചതേ, സൈമൺ ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും സൂര്യ ഉദിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും അരമണിക്കൂർ ചിരിച്ചു. സത്യമല്ലേ? ഈ സൈമൺ ഒരു സാറേ ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും സൂര്യൻ ഉദിക്കും, ഭൂമി ഇങ്ങനെ മുമ്പോട്ട് പോകും. അത് തന്നെയാണ് എൻ്റെ മറുപടി. ഞങ്ങൾ ഒത്തിരി ചിരിച്ചു, ഒത്തിരി എൻജോയ് ചെയ്തു. ഞാൻ നിരീക്ഷിച്ചു, ആ വിവാഹത്തിന് ആ വൈദികം വന്നില്ല. അദ്ദേഹത്തിൻ്റെ മേലധികാരികളെ അനുസരിച്ച ആ മീറ്റിങ്ങിൽ തന്നെ പങ്കെടുത്തു. എനിക്ക് നമ്മൾ അനുസരണം വേണമല്ലോ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞു വന്നപ്പം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പം ഭാര്യയും ഭർത്താവും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. ഇനി ഭർത്താവാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ ഭാര്യ ഒഴിഞ്ഞു മാറുക. ഈ രണ്ട് കൈ അടിച്ചാലേ ഒച്ച കേൾക്കത്തുള്ളൂ. അതുപോലെ ഭാര്യയാണ് സ്ഥിരം വഴക്കിടുന്നത്. ചിലടത്ത് അങ്ങനെയുണ്ട്. ചില ശമ്പളം കൂടുതലുള്ള ഭാര്യമാർ, അല്ലെ വരുമാനം കൂടുതലുള്ള ഭാര്യമാർ ചെറിയ വിഷയം മതി ഭർത്താവിനോട് കയറി കയർക്കാൻ. അവരുടെ വിചാരം ഇവൻ പോയാൽ വേറെ വെറുതെയാണ്. ഞാൻ അമേരിക്കയിലായിരുന്നപ്പം കുറേ ഗവേഷണങ്ങൾ നടത്തിയൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ എല്ലാവരും പറയും അമേരിക്കയിലൊക്കെ ചുമ്മാ ചായ കുടിക്കുന്ന പോലെയാണ് കല്യാണം ഒഴിയുന്നതെന്നൊക്കെ. വെറുതെ പറയുന്നതാണ്. അവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഏറ്റവും മോഡേൺ സയൻസ് നിങ്ങൾ പരിശോധിച്ചോളൂ, കാണാൻ കഴിയുന്നത് അവിടെ വിവാഹമോചനം കുറവാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ, ഒന്ന് ലിവിങ് ടുഗദറാണ്, വിവാഹം കഴിക്കുന്നില്ല. രണ്ട്, അതല്ല കാര്യം, വിവാഹമോചനം നടത്തുന്ന ഒരു പുരുഷനെ സ്വീകരിക്കാൻ, ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ രണ്ട് കൂട്ടരും വൈമുഖ്യം കാണിക്കുകയാണ്. കാരണം സ്റ്റഡീസ് കാണിക്കുന്നത് 80% വിവാഹം വിജയിക്കുന്നത് ആദ്യത്തെ 80, അതായത് 100 പേര് വാങ്ങിയ 80 പേരുടെ വിവാഹം വിജയിക്കും ആദ്യത്തെ മാരേജിൽ. സെക്കൻഡ് ഹാൻഡ് മാരേജിൽ എന്താ സംഭവിക്കുന്നത്? 20% വിജയിക്കത്തുള്ളൂ. അത് തേർഡ് ഹാൻഡ് ആണെങ്കിൽ 5%, ഫോർത്ത് ഹാൻഡ് ആണെങ്കിലും 2% ആൻഡ് ബിലോ ആണ് വിജയം. അതായത് ഫസ്റ്റ് ഹാൻഡ് തന്നെ വിജയം. അപ്പം ഈ വിമുഖത വന്നത് എന്നാന്ന് വെച്ചാൽ, ഡൈവേഴ്സ് ചെയ്ത് വരുന്ന പുരുഷൻ, ഡൈവേഴ്സ് ചെയ്ത് വരുന്ന സ്ത്രീ, അവൻ ആ കുടുംബത്തിന് യോഗ്യനല്ല, ചേരത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് അമേരിക്കയിലൊക്കെ അത് വന്നു കഴിഞ്ഞു. അവിടെ ഡൈവേഴ്സ് ഏറ്റവും കുറവാണ്. പ്രശ്നങ്ങളുണ്ടായാൽ ഒരാൾ മിണ്ടാതിരിക്കുക. അപ്പം ഭാര്യയാണ് കൂടുതൽ ഷൗട്ട് ചെയ്ത് വരുന്നത്, ഭർത്താവ് വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുക. അറ്റൻഡ് ചെയ്യണം, ശ്രദ്ധിക്കണം, പക്ഷേ മറുപടി പറയരുത്. ഇൻ ദി മീൻ ടൈം ഡൈവേർട്ട് ചെയ്ത് എടാ അതൊക്കെ ശരി, എന്നിരുന്നാലും ഇന്നലെ നീ വെച്ചാൽ കരിമീൻ പൊള്ളിച്ച് കൊള്ളായിരുന്നു കേട്ടോ. ഉടനെ അവൾ പയ്യെ ഒന്ന് സ്റ്റോപ്പാകും. എന്നിട്ട് പിന്നെ കരിമീനിലേക്ക് വരും പയ്യെ. ആ കരിമീൻ ഇന്ന ആൾ കൊണ്ട് തേർച്ചയാച്ചേട്ടൻ കൊണ്ടുവന്നത് നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ നമ്മൾ പറയും ആ ഫ്രഷ് മീനിനെ മാത്രമല്ല നിൻ്റെ കൈവിരുതും കൊണ്ട് അത് ഇത്രയും ടേസ്റ്റ്. ആ പ്രശ്നം അങ്ങ് സോൾവായി പോവും. അവസാനം അവർ പൊട്ടിച്ചിരിച്ച് കെട്ടിപ്പിടിച്ച് അവരങ്ങ് പോവും. ഈ തരത്തിൽ വേണം കുടുംബത്തെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ ഒരു ബ്രേവ്നെസ്, വി മസ്റ്റ് അപ്ലൈ അവർ ബ്രേവ്നെസ് ഇൻ അവർ ഫാമിലി ലൈഫ്. എങ്കിലേ, പക്ഷേ ഇപ്പോഴും നമ്മുടെ മലയാളം എപ്പോഴും സ്ലോ ആണല്ലോ. ഇന്ത്യ എപ്പോഴും കുറേ സ്ലോ, ലോകരാജ്യം വെച്ച് ഒരു 10-20 വർഷം പുറകിലാണ് നമ്മൾ. ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഡൈവേഴ്സ് ചെയ്താൽ ഉടനെ ഒരു സുന്ദരി ഇങ്ങ് ചാടി വരും, അല്ലെങ്കിൽ സുന്ദരൻ വെറുതെയാണ്. അവരും വളരെ പ്രാക്ടിക്കലാണ്. ഇവന് വേറൊരുത്തിയോട്
സത്യസന്ധതയില്ലാത്തവനാണ് ഇവൻ എപ്പോഴും എന്നെ വഞ്ചിക്കും എന്നുള്ള തോന്നൽ ആ സ്ത്രീക്കുണ്ട്. അതുപോലെ പുരുഷൻ അമ്പടി ഇവൻ ചാടി വന്ന ഇവിടെ നമ്മൾ സൂക്ഷിക്കുക. ഈ ചിന്തയാണ് ഈ മാരേജ് പൊളിയാൻ കാര്യം. അപ്പം നിങ്ങൾ അതിന് അവസരം കൊടുക്കരുത്. കൂടുമ്പോൾ ഇമ്പമുള്ളതായ കുടുംബമായിട്ട് മാറണം. പിന്നെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തെ ഉറപ്പിക്കും. കുഞ്ഞുങ്ങളെ നന്നായി സ്നേഹിക്കണം. അവരോട് ദേഷ്യപ്പെടാനും അതൊക്കെ പോയി. ഇപ്പം 8 വയസ്സ് 9 വയസ്സുള്ള പിള്ളേർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ തുടങ്ങി. എൻ്റെ വല്യപ്പൻ എന്നെ ചീത്ത പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഉപദേശിച്ച് കൊണ്ടുവരണം. അല്ലാതെ അവരേതും ഉപദേശിക്കാൻ നിൽക്കരുത്. 18 വയസ്സ് കഴിഞ്ഞ പയ്യൻ ഇങ്ങനെ പാടാ എന്ന് പറയരുത്. അവൻ്റെ ജീവിതം അവനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അവനെ അനുവദിക്കണം. ലോകത്തൊരു രാജ്യത്തും 18 വയസ്സ് കഴിഞ്ഞ മക്കളെ അപ്പനും അമ്മയും പരീക്ഷിക്കാറില്ല, ചെലവിന് കൊടുക്കാറില്ല. അവർ സ്വന്തം കാര്യം നിന്നോണം, സ്വന്തം കാര്യം ചെയ്തോണം വേണമെങ്കിൽ. അതാണ് അവിടുത്തേക്ക് രീതി. നമ്മളിപ്പോഴും 30 വയസ്സായ മകനെ കല്യാണം കഴിപ്പിക്കണ്ടായോ, അവൻ ആരെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുക. കഷ്ടമുണ്ട്. അതല്ല കാര്യം. 18 വയസ്സ് കഴിയുമ്പോൾ അവൻ്റെ ചിന്താവിധിക്ക് വിടണം. നിനക്ക് അതിൻ്റെ ഭാവി എന്താകണം നീ ആഗ്രഹിക്കുക. പഠിച്ചു, ജോലിക്ക് വേണം പോക്കോ. നീ ആരെയും ഞങ്ങൾ പറയത്തില്ല. നിനക്ക് ഇഷ്ടമുള്ള ആൾ നീ കഴിക്കുക. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത്. തീർച്ചയായിട്ടും ശക്തമായ കുടുംബമാണ് ശക്തമായ സമൂഹം. ശക്തമായ സമൂഹമാണ് ശക്തമായ ജില്ല. അങ്ങനെ ശക്തമാകുമ്പോഴാണ് സംസ്ഥാനം ഉണ്ടാകുന്നത്. അങ്ങനെ സംശുദ്ധമായ കുടുംബങ്ങൾ നിറഞ്ഞതാണ് ഒരു രാജ്യം, അതുപോലെ തന്നെ ദേശം. ഓക്കെ, ഇപ്പോൾ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ചെല്ലുമ്പം ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി മൂളിപ്പാട്ട് പാടുന്ന നിങ്ങൾ ഓർത്തോണം ആ കുടുംബം ഒരു സ്വർഗമാണെന്ന്. എങ്കിൽ മാത്രമേ അവർക്കങ്ങനെ പാടാൻ പറ്റത്തുള്ളൂ. ചെറിയ പാട്ടായിരിക്കും, ദൈവഗാനമായിരിക്കാം, സിനിമാ ഗാനമായിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, നിങ്ങളൊരു വിജയിച്ച പുരുഷനാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു ആരാധ്യ പുരുഷനാണ്. അതാണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഒരു പാട്ട് പാടിയൊക്കെ ജീവിക്കുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഫൈൻ ഡേ. പ്രൈസ് അവർ ഗോഡ്. കീപ് അവർ ഫാമിലി വെൽ. ഓക്കെ, താങ്ക് യു. സൈമൺ വർഗീസ് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ സൈമൺ, യൂട്യൂബ് ചാനൽ. ഓക്കെ, താങ്ക് യു.